ഹലോ, ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പച്ചമുന്തിരി അച്ചാർ ഉണ്ടാക്കിയാലോ. എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ച റെസിപ്പി തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 500 ഗ്രാം പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുരുള്ള മുന്തിരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുന്തിരി ഇപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയൊക്കെ ചേർത്താൽ നമ്മുടെ അച്ചാർ ഒത്തിരി കാലം കേട് കൂടാതിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയൊരു കഷ്ണം കായം ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കായപ്പൊടി ഇട്ടാലും മതി. പിന്നെ 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിൻ്റെ ഇലയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്നിച്ചിട്ട് ചതച്ചെടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുത്തോളൂണ്ടി, എന്നാലേ നല്ല എരിവ് കിട്ടുള്ളൂ. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. കായം പിന്നെ നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി കായപ്പൊടിയൊന്നും ചേർക്കേണ്ട. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ചേർക്കാം കേട്ടോ. വാളൻ പുളിയുടെ വെള്ളം വേണമെങ്കിലും ചേർക്കാം, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വിനാഗിരി ചേർത്തിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. കുറേ വെള്ളത്തിലൊന്നും മെൽറ്റ് ചെയ്തെടുക്കരുത്, കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. മുന്തിരിയൊക്കെ നല്ല പോലെ വേവണം കേട്ടോ, എന്നാലാണ് നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ മധുരമുള്ള അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് മുന്തിരിയൊക്കെ നല്ല പോലെ വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും, കാരണം നമ്മൾ നല്ലെണ്ണയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് 1.5 മാസം കഴിഞ്ഞു കേട്ടോ. ഇതുവരെ അച്ചാറൊന്നും ചീത്തയായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം.